ഹലോ ഗായ്സ്, അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗ് ചെയ്യാണ്. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കസിൻ ആമിയുടെ റിസപ്ഷന് വേണ്ടിയിട്ടാണ്. അത് കോഴിക്കോടാണ്. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് പോവാണ്. അതൊരു വൺ ഡേ ട്രിപ്പ് പോലെ ആക്കിക്കൊണ്ട് ഞങ്ങളെല്ലാവരും കസിൻസ് ഫാമിലി ഫുൾ അടിച്ച് പൊളിക്കുമായിരുന്നു. അപ്പം അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വ്ളോഗ് ഞാൻ കുറേ നാൾക്ക് ശേഷം ചെയ്തത്. ഒരു 6 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ അമ്മയുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഒരു 6:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും ബസ്സിൽ കയറി ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കയറി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാവരും ഉറക്കത്തിലോട്ട് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒരു വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രീ അഭിരാമി ഹോട്ടലിൽ ഇരിക്കുകയാണ്. വിത്ത് സുടു നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരണം, എന്നിട്ട് ഫുഡ് കഴിക്കും. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോഴിക്കോട്. നല്ല എൻജോയ് ഇവിടെ, പക്ഷെ ഇവിടെ ഒന്നും കഴിച്ചില്ല. ഹേസൽ ഒരു 2 ട്രിപ്പ് ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് വിശന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് വന്നിട്ട് വേണം കുഞ്ഞിനും ഫുഡ് കഴിക്കാൻ, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. ഇത് മസാല ദോശ, ഇത് ദോശ സാധായ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിൽ കയറി കസിൻസ് എല്ലാവരും കൂടെ അടിപൊളി വൈബായിരുന്നു. സയാനായിരുന്നു അതിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും നല്ല ഓക്കെ ആയി, നല്ല ഫ്രഷായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോഴിക്കോട് എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ അവിടെ നിർത്തി. പക്ഷേ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് റൂംസ് അവൈലബിൾ അല്ലായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഇതാണ് ഞങ്ങളുടെ ലജിതാണ് ആമിയുടെ ഉമ്മ. അപ്പം ഞങ്ങൾ ലജിതായിട്ടും ബാക്കിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ബാക്കിലും പോയി. അങ്ങനെ ഞങ്ങൾ റെഡി ആയി എടുത്തിട്ട് വാ നടന്നു. ഇതൊരു പിന്നെ ഭാവിയുടെ ബ്ലോഗ്. ഇതില് നല്ല സുന്ദരി മോളായിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി ഗൈസ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആമി അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ റെഡിയായി നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും കണ്ട് ആമി ഇമോഷണലായി, ഹാപ്പിയായി, അതോടൊപ്പം വിഷമമായി. പിന്നെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് അടിപൊളിയായിരുന്നു, രക്ഷയില്ലായിരുന്നു. കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. മന്തി അതിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. കോഴിക്കോടിൻ്റെ ആണോ എന്നറിയത്തില്ല, അടിപൊളി മന്തിയായിരുന്നു. ഇവിടുത്തെ ഷോസ്റ്റിൻ്റെ റൈറ്റ് ഈ പുഡിങ്ങാണ്. കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പുഡിങ് ഉറപ്പായിട്ടും ഇത് തന്നെയാണ്. കൊണ്ടുപോയി കല്യാണ ചെറുക്കനെല്ലാം കൊള്ളാം. ഓക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ ആരെയും മൈൻഡ് ചെയ്തില്ലെന്നേ. അങ്ങനെ അവിടുത്തെ ഫംഗ്ഷനൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീണ്ടും ബസ്സിലാണ് കയറിയത്. ബിക്കോസ് ഞങ്ങൾക്ക് തിരിച്ച് ആലപ്പുഴ വരെ എത്തണമായിരുന്നു. അപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയിരുന്നു. വഴിയിൽ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ കുറേ കാര്യത്തിൽ ഡിലേ ആയി. ഇനി സയാൻ്റെ കുറച്ച് വ്ളോഗിങ് വോയിസ് ഓവേഴ്സ് കാണും. ഇത് വേണം, ഇത് വേണം, വേണം.
അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചെക്കൻ്റെ വീട്ടിലാണ്. ചെക്കൻ്റെ വീട്ടിൽ പോയി മാഷാഅല്ലാ നല്ലൊരു വീടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി അവിടെ എല്ലാവരെയും കണ്ടു, അവിടെ എല്ലാവരെയും പരിചയപ്പെട്ടു. ഹീസലിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഹീസലിന് കുറച്ച് ജ്യൂസ് കൊടുത്തു. പിന്നെ ഞങ്ങളെ വീടൊക്കെ കണ്ടു. മാഷാഅല്ലാ നല്ല വീടായിരുന്നു. ആമി നല്ല ഹാപ്പി ആയിരുന്നു. സമൂസ കേക്ക് എന്തുവാ ഹായ് പറഞ്ഞേ. ഹായ് ബസ് ഇല്ലുമിനാട്ടി എന്തുവാ ബലാത്ത ജാതി. ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിലെ മെയിൻ ആള്. വരുമല്ലോ അല്ലേ? അറിയില്ലല്ലോ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ആമിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു നല്ല ദിവസമായിരുന്നു ഇന്ന്. നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. ആശാമൻ, എന്താണ് ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയാനുള്ളത്? ഇന്ന് മഴയായതുകൊണ്ട് നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. മാളൂസേക്ക് എന്താണ് പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് അവർ തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ്. വയറ് നിറയെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.